ഒരു ദിവസം മലബാറിലെ ഒരു ചെറിയ ഓടിട്ട വീട്. ആ വീട്ടിൽ 35 വയസ്സുള്ള ഒരു മുസ്ലിം സ്ത്രീയും അവരുടെ 13 വയസ്സുള്ള മകളുമായിരുന്നു അപ്പോൾ ആ വീട്ടിലുണ്ടായിരുന്നത്. അവരുടെ വീട്ടിൽ ഒരു നല്ല ശീലമുണ്ടായിരുന്നു. ഭർത്താവിന് കച്ചവടത്തിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നും ഒരു ലാഭവിഹിതം ഓരോ ദിവസവും അവർ നേർച്ചപ്പെട്ടിയിൽ നിക്ഷേപിക്കുമായിരുന്നു. ആ പെട്ടി ഒരു മതസംഘടന വർഷത്തിലൊരിക്കൽ വന്നു കൊണ്ടുപോകും. ആ പണം കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുമെന്നാണ് മതസംഘടനക്കാർ അവരോട് പറഞ്ഞിട്ടുള്ളത്. ഒരു ദിവസം കോളിംഗ് ബെൽ മുഴങ്ങി. കതക് തുറന്നപ്പോൾ ഒരവശ്യതയുള്ള യാചക സ്ത്രീ. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, "എന്റെ ഭർത്താവിന് അസുഖമാണ്, ചികിത്സിക്കാൻ പണമില്ല, ദയവായി സഹായിക്കണം." വീട്ടുടമ സ്ത്രീ ദുഃഖത്തോടെ പറഞ്ഞു, "എന്റെ ഭർത്താവ് ഇപ്പോൾ പുറത്തുപോയിരിക്കുകയാണ്. എന്റെ പക്കൽ ഇപ്പോൾ പണമൊന്നുമില്ല നിങ്ങൾക്ക് തരുവാൻ. നിങ്ങൾ പിന്നെ വരൂ." യാചക സ്ത്രീ നിരാശയോടെ അവിടെ നിന്ന് മടങ്ങി. അത് കണ്ട മകൾക്ക് മനസ്സിൽ വേദന നിറഞ്ഞു. അവൾ പറഞ്ഞു, "ഉമ്മ, അവരെ കണ്ടിട്ട് എനിക്ക് വല്ലാതെ വിഷമം തോന്നി. അവർ സത്യം പറഞ്ഞതായിരിക്കാം." പിന്നെ അവൾ പറഞ്ഞു, "ഉമ്മ, നമ്മുടെ നേർച്ചപ്പെട്ടിയിൽ പണമുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് കൊടുത്തൂടെ? വാപ്പച്ചി വന്നാൽ എടുക്കുന്ന പണം നമുക്ക് വാപ്പച്ചിയിൽ നിന്നും വാങ്ങി ആ പെട്ടിയിൽ നിക്ഷേപിക്കാമല്ലോ." ഉമ്മ ആലോചിച്ചതിനു ശേഷം പറഞ്ഞു, "അത് നമ്മൾ നേർച്ച നെയ്യത്താക്കിയിട്ടുള്ള പണമാണ്. അത് അല്ലാഹുവിന്റെ പണമാണ്. അതിൽ നിന്നും എടുക്കുവാനാവില്ല." മകൾ വീണ്ടും അപേക്ഷിച്ചു, "ഉമ്മ, ദയവായി അവരെ സഹായിക്കണം. അല്ലാഹുവിന് എന്തിനാണ് പണം ഉമ്മ? നമുക്ക് പുണ്യം വേണമെങ്കിൽ ഇങ്ങനെയുള്ളവരെ സഹായിക്കണം." ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ഉമ്മ മകളെ തലോടിക്കൊണ്ട് പറഞ്ഞു, "ശരി മോളെ, ചേച്ചിയെ തിരികെ വിളിക്കൂ, നമുക്കവരെ സഹായിക്കാം." മകൾ ഏറെ സന്തോഷത്തോടെ യാചക സ്ത്രീയെ തിരികെ വിളിക്കാനായി പുറത്തേക്കോടി. എഴുതിയത് റഷീദ് തൊഴിയൂർ, ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ. ഇതുപോലെയുള്ള കഥകൾക്കായി ഞങ്ങളെ പിന്തുടരൂ.